ടി.പി. ശ്രീനിവാസൻ കൂടെ ചേരുന്നുണ്ട്. ടി.പി. ശ്രീനിവാസൻ, ഇറാന് ഇനി ആണവായുധം ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഫോക്സ് ന്യൂസിനോടക്കം പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ സംഘർഷം അവസാനിച്ചിരിക്കുന്നത്? എത്ര നാൾ ഈ ശാന്തി നീണ്ടു നിൽക്കും? ഇല്ല, അമേരിക്കയുടെ ഏക ഉദ്ദേശം അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി നശിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. മറ്റൊരു ഉദ്ദേശവും അവർക്കുണ്ടായിരുന്നില്ല. ഇത് 20 വർഷത്തോളം നീണ്ടുനിന്ന പരിശ്രമമാണ്. 2002 ആദ്യമായി ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത ഇറാനിന്റെ ഡിസെന്റേഴ്സ് തന്നെ യൂറോപ്പിൽ അറിയിച്ചത്. അന്നു മുതൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും അതുപോലെ വെസ്റ്റേൺ രാജ്യങ്ങളും എല്ലാം ചേർന്ന് ഇറാന്റെ എന്തൊക്കെ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ പിൻവലിക്കണം, അല്ലെങ്കിൽ ഇല്ലാതാക്കണം എന്ന് അവരോട് ആവശ്യപ്പെട്ടു. കാരണം അവർ NPT സൈൻ ചെയ്ത രാജ്യമായതുകൊണ്ട് അവർക്ക് ചില നിയമങ്ങളുണ്ട്, അത് പാലിക്കണം എന്നുള്ളതായിരുന്നു നിർബന്ധം. അത് 2015 വരെ ഈ ചർച്ചകൾ നടന്നു. എന്നിട്ട് അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ഷന് വിധേയമായിട്ട് നടത്താനുള്ള ഒരു അഗ്രിമെന്റ് ഉണ്ടായി. അതിൽ ചൈനയും റഷ്യയും അമേരിക്കയും എല്ലാം ഉള്ളവരാണ് ഇറാനുമായിട്ട് അങ്ങനത്തെ അഗ്രിമെന്റ് ഉണ്ടായത്. പക്ഷെ അതിൽ നിന്ന് ട്രംപ് വിഡ്രോ ചെയ്തു, അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം എങ്ങനെയെങ്കിലും ഇറാന്റെ കഴിവുകളെല്ലാം ഇല്ലാതാക്കണം എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ഉദ്ദേശം. തരത്തിൽ ശ്രമിച്ചു, നെഗോസിയേഷൻസ് നടന്നു. ഇറാനും അമേരിക്കയായിട്ട് നേരിട്ട് ഒമാനിൽ സംഭാഷണം നടത്തി. അതിന്റെ നടുവിൽ വെച്ചാണ് ആ സംഭാഷണം കൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യാൻ തന്നെ അമേരിക്ക തീരുമാനിച്ചത്. അപ്പൊ അതൊരു 20 കൊല്ലം നടന്ന സംഭവങ്ങളുടെ ഒരു പരിണത ഫലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അവരുടെ ഉദ്ദേശം അത് മാത്രം ഉള്ളതുകൊണ്ടാണ് യുദ്ധം ഉടനെ തന്നെ അവസാനിച്ചത്. കാരണം അവർക്ക് മറ്റൊരു ഉദ്ദേശമൊന്നും ഇറാനെ ഇറക്കാനോ അല്ലെങ്കിൽ അവരുടെ ടെറിട്ടറി എടുക്കാനോ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനിടയിൽ ഒരു യുദ്ധം ഇസ്രയേലും ഇറാനുമായിട്ടും നടന്നതിന്റെ ഒരു കവറായിട്ടാണ്. യുദ്ധം നടക്കുന്നതിന്റെ ഇടയിലാണല്ലോ അമേരിക്ക ആക്രമിച്ചത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ഉദ്ദേശം സാധിച്ചു കഴിഞ്ഞു എന്നുള്ള തീർച്ചയാണ്. എന്നാലും അറബ് രാജ്യങ്ങളും അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇസ്രയേലിന്റെ കാരണം കൊണ്ട് തന്നെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കാൻ കഴിയും. അപ്പോ ഒരു 5-6 വർഷത്തേക്ക് ഇറാൻ എന്തായാലും ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ സാധ്യമല്ലാതെ വരുന്നതുകൊണ്ട് അത്രയും കാലമെങ്കിലും നമുക്ക് സമാധാനം ലഭിക്കും എന്ന് പ്രത്യാശിക്കാം. ഈ ഖത്തറിലെ US ബേസിന് നേരെ ഇന്നലെ നടന്ന അക്രമത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ GCC രാജ്യങ്ങൾ കൂടി ഇടപെട്ടാകുമോ ഇത്തരമൊരു ധാരണ ഉടൻ ഉണ്ടാക്കാൻ വഴിതെളിച്ചിട്ടുണ്ടാകുക? അതേപോലെ GCC രാജ്യങ്ങൾക്ക് ഇറാനോടുള്ള പണ്ട് തൊട്ടേയുള്ള ശത്രുത ഉയരാൻ ഇന്നലത്തെ സംഭവങ്ങളൊക്കെ കാരണമാകില്ലേ? ഇന്നലത്തെ സംഭവങ്ങൾ ഇറാന്റെ പ്രതികാരമായിരുന്നല്ല. അപ്പൊ അവര് ആ രാജ്യങ്ങളിൽ പോയി ആക്രമിച്ചെങ്കിലും ആ രാജ്യങ്ങൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാനോ അല്ലല്ലോ അവർ പോയത്. അവരോട് പോയത് അമേരിക്കൻ ബേസസ്, അമേരിക്കൻ സ്റ്റേഷൻസ് ഉള്ള സ്ഥലങ്ങളിലാണ് അവർ ആക്രമണം നടത്തിയത്. ആ രാജ്യങ്ങളെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. അപ്പോ അത് കൂടി വരുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇറാൻ തന്നെ അത് നിർത്തിവെക്കുകയുണ്ടായി. കാരണം അവർക്ക് എന്തായാലും നഷ്ടപ്പെടാനുള്ളത് സംഭവിച്ചു. ഇനി യുദ്ധം തുടരണ്ടെന്ന് അവർക്ക് തോന്നിക്കാണുമായിരിക്കും. അപ്പൊ അമേരിക്ക യുദ്ധവിരാമം ഓഫർ ചെയ്തപ്പോ ഇസ്രയേലും അങ്ങനെ തന്നെ ചെയ്യുകയും അങ്ങനെയാണ് ഒരു സമാധാനം, ഒരു യുദ്ധവിരാമം ആയിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ്. അതുകൊണ്ട് ഇറാനിനെ എന്താണ് ചെയ്യുക, അവർക്ക് വീണ്ടും ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗ്യാരണ്ടീസ് അവർ ആവശ്യപ്പെടുമോ എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. ശരി, വളരെ നന്ദിയുണ്ട് സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.